ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ആ ഒരു ഡേൻ്റെ മെയിൻ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ അന്നത്തെ ഓർഡേഴ്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്തെടുത്ത് നമ്മൾ പോണ വഴിക്ക് കേക്കൊക്കെ ഡെലിവർ ചെയ്തു. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, മഴ പെയ്യുകയും ചെയ്തു. കേക്കിനൊന്നും പറ്റിയില്ല കേട്ടോ. ദെൻ വി ആർ ഹെഡിങ് ടു എറണാകുളം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ പല 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 ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എറണാകുളത്തോട് വന്നുകൊണ്ടിരിക്കുന്നത് ദി ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഐ തിങ്ക് ആലപ്പുഴയിൽ കോഴിക്കോടൊക്കെ വന്നിട്ടുണ്ട്, ബട്ട് ഇവിടെയാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് നോക്കിയിരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരുടെയും സമയം ഒത്തു വന്ന ഒരു ഈവനിങ്ങിൽ ഞങ്ങൾ ഇറങ്ങി. ഞാനും അപ്പിശമിശയാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളകത്ത് കയറി അവിടുത്തെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പിശമിച്ച് ശരിക്കും കൊച്ചു കുട്ടികളോട് പാർക്കിൽ പോയിട്ടുള്ള ഫീലായിരുന്നു. അവരുടെ മൊത്തം സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം. ശരിക്കും പറയേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു ഏരിയ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെങ്ങനെ ഇത് ഉണ്ടാക്കി, എന്ത് ഭംഗിയാണ്. ശരിക്കും ഒരു വാട്ടർഫോളിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഫീലായിരുന്നു. ആ വെള്ളവും ആ ഒരു മിസ്റ്റൊക്കെ നമ്മുടെ മേത്തട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും തിരക്ക് പിടിച്ചൊരു ലൈഫിനിടക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഇപ്പം നമുക്ക് ഹിൽ ഏരിയാസിലേക്ക് ഒറിജിനൽ വാട്ടർഫോൾസിലോട്ടൊക്കെ പോവാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ മനസ്സൊക്കെ ഭയങ്കര കാമാവാണ്. മനസ്സ് കാമാവുമ്പോൾ ബോഡിയും കാമാവും. അപ്പോൾ ദാ എൻ്റെ ഹസ്ബൻഡ് വന്നു അതിനിടയ്ക്ക് ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അതൊക്കെ കണ്ടു. അപ്പിച്ചി അമ്മിച്ചിയും കുറച്ച് ഷോപ്പിങ്ങിലൊക്കെ ആയിരുന്നു. കേസിനും ഇത് തന്നെയാണ് പറഞ്ഞത്, എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭൂരിഭാഗവും കുട്ടികളും ഫാമിലീസായിരുന്നു. കുഞ്ഞു പിള്ളേർ ഈ വാട്ടർഫോളിൻ്റെ ചോട്ടിൽ തന്നെയായിരുന്നു, ഫുൾ കളിക്കുമായിരുന്നു. എന്തായാലും പിള്ളേർക്കൊക്കെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. സേഫ് ആയിട്ടുള്ള സ്പോട്ടാണ്. 150 റുപ്പീസാണ് ഒരാൾക്ക് പാസ് വരുന്നത്. അത് വർത്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കേക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങാൻ ഞങ്ങൾ ബേക്കേഴ്സിൽ പോയി. അമ്മ ആദ്യമായിട്ടാണ് ബേക്കേഴ്സിൽ വന്നെ. അതിനുശേഷം അപ്പിച്ചു പറഞ്ഞു ഇവിടെ ഹൈക്കോർട്ടിൽ നല്ലൊരു പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്പോട്ടുണ്ടെന്ന്. സോ അപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോയി. നല്ല വിശപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഒന്നും പറയാനില്ല കേട്ടോ. വേർത്ത് ദ ഹൈപ്പ് എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേരാണ് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ഞാൻ എൻ്റെ പണിപ്പുരയിലേക്ക് കയറി.